നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഓൾഡ് ബ്ലിറ്റ്സ് കേരള സണ്ണിന്റെ കാർഡില്ല ആ കാർഡാണോ ഇപ്പൊ വന്ന പുതിയ ഷോർട്ട് ടൈം കാർഡാണോ ഏറ്റവും നന്നായിട്ട് ബ്ലിറ്റ്സ് അടിക്കാൻ നോക്കാൻ പോണത്. അത് മാത്രമല്ല ഈ ഓൾഡ് സണ്ണ് ഇപ്പോഴത്തെ പവർ ഉണ്ടോ നോക്കാം. ഇപ്പോഴും എങ്ങനെയാണ് ഈ ഓൾഡ് സൺ കളിക്കണമെങ്കിൽ നോക്കാം. നമ്മുടെ പുതിയ സണ്ണിന് കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ വന്നാണ് ഷോർട്ട് ടൈമാണ്. അപ്പൊ ആ ഷോർട്ട് ടൈമും ഈ സണ്ണും വെച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ആരാണ് ഏറ്റവും നന്നായിട്ട് ബ്ലിറ്റ്സ് അടിക്കുന്നത്, നല്ല പെർഫോമൻസ് തന്നെ നോക്കി നോക്കാം. ഈ സണ്ണിന്റെ പവർ പോയോ ഇല്ലെങ്കിൽ നോക്കി നോക്കാം. അപ്പൊ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ നോക്കാം. ഈ ഫുട്ബോൾ ലീഗ് അല്ലേ കളിക്കാൻ പോകുന്നത്, ക്വിക്ക് മാച്ച് ആണ്. ക്വിക്ക് മാച്ചിൽ നല്ല ഒപ്പോണ്ടൊക്കെ വരാറുണ്ട്. ഈ ഫുട്ബോൾ ലീഗ് കളിക്കുന്ന വെച്ചാൽ നമ്മുടെ ബ്ലിറ്റ്സ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം മാച്ച് തോക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ലീഗ് ഒഴിവാക്കിയിട്ട് ക്വിക്ക് മാച്ച് കളിക്കുന്നത്. ക്വിക്ക് മാച്ച് നല്ല ഒപ്പോണ്ടൊക്കെ വരാറുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഓൾഡ് സൺ വെച്ച് കുറച്ച് മാച്ചൊക്കെ കളിച്ച് ബ്ലിറ്റ്സ് ഒക്കെ അടിക്കാൻ പോലും നോക്കി നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് ടൈം സൺ അടിക്കാൻ നോക്കാം. ലാസ്റ്റ് ഞാൻ ആരാണ് ഏറ്റവും നന്നായിട്ട് ബ്ലിറ്റ്സ് അടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ മാക്സിമം അവസാനം കാണാൻ നോക്കാം. നമ്മുടെ ഒപ്പോണ്ട് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടാണ്. കുറെ നാളെ ഈ സണ്ണിന്റെ അക്കൗണ്ട് തപ്പി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് കളിപ്പിച്ച് നോക്കാം. ഇതുവരെയായിട്ട് ഈ സണ്ണിനെ കാർഡ് കളിപ്പിച്ചിട്ടില്ല. ആദ്യമായിട്ട് കളിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും മാക്സിമം ബ്ലിറ്റ്സ്, ഞാൻ ഇതുവരെയായിട്ടും സണ്ണിന്റെ ഒരു കാർഡ് പോലും മര്യാദക്ക് കളിപ്പിച്ചിട്ടില്ല. അപ്പൊ ബ്ലിറ്റ്സ് ഒക്കെ ഞാൻ സണ്ണിനെ വെച്ച് ആദ്യം കളിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി നോക്കാം. മാക്സിമം ഗോൾ അടിക്കാൻ പറ്റുണ്ടോ നോക്കി നോക്കാം. ഓക്കെ, ക്യൂബോ ടു സണ്ണ് നല്ല റൺ എടുത്തേർന്ന് സണ്ണാണ് നല്ല റൺ എടുത്ത് നോക്കി. ചൗമനി ഓക്കെ, ബെല്ലിംഗാം അത് സണ്ണായിരിക്കും ചിലപ്പോ. ക്യൂബോ ആണോ അത്? അവിടെ ക്യൂബോ ആണ്. സണ്ണ് അവിടെ പോയി. ലെഫ്റ്റ് വിങ് SS ആണ് ഇട്ടേക്കുന്നത്. നമുക്ക് എന്തായാലും അല്ല, ലെഫ്റ്റ് വിങ് ആണ് ഇട്ടേക്കുന്നത്. മാക്സിമം ആളെ ഇങ്ങോട്ട് കയറി വരുമെന്ന് പ്രതീക്ഷയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ബെല്ലിംഗാം ആ ചാൻസ് എല്ലാം മിസ്സായി. അതിന് പകരം സണ്ണായിരുന്നെങ്കിൽ നമുക്ക് ഒരു അടി അടിച്ച് നോക്കാമായിരുന്നു. ഓക്കെ, പെഡ്രി ടു സണ്ണ്. ഇയാൾ ഇവിടെ നിന്നാലും കളിക്കുന്നത്. ഓക്കെ, സണ്ണ് ഓക്കെ, ഈ വശത്ത് നിന്ന് ബ്ലിറ്റ്സ് പറ്റും നമുക്ക് എന്താന്ന് വെച്ചാൽ. ഓക്കെ, സണ്ണ് കിട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ ബ്ലിറ്റ്സ് കേരള. അവിടെ വന്ന് പോസ്റ്റ് തട്ടുക, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെ വീക്ക് ഫുട്ട് കൊണ്ടാണ് അളിയെ അടിച്ചത്. അപ്പുറ സൈഡ് ഞാൻ ഈ സൈഡിലാണ് വെച്ചത്. സണ്ണിനെ വെച്ചത് മാറിപ്പോയി. നമുക്ക് നോക്കി നോക്കാം. പൊസിഷൻ ഒന്ന് കറക്റ്റ് ആക്കാനുണ്ട്. നമുക്ക് ഇപ്പൊ SS ആണ് ഇട്ടേക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് വിങ് അങ്ങ് ഇട്ട് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് വിങ് മര്യാദ കളിക്കും. SS പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോലോ. ഫസ്റ്റത്തെ ഷോട്ടാണ്ടോ പോസ്റ്റ് തട്ടി പോയിട്ടുണ്ട്. അവരുടെ കോർണർ ആണ്. ഓക്കെ, വേറെ അതാരാണ്? ഓക്കെ, കഫു നൈസ്. കഫു കറക്കി വന്നു. ഓക്കെ, അളിയ അത് പോയി, കയ്യിൽ നിന്ന് പോയി. അതിനാ ഈസി ഗോള്. ഓക്കെ, എന്തായാലും അവന്മാർ കൂടി നമുക്ക് എന്തായാലും കംബാക്ക് സണ്ണിനെ വെച്ചൊന്ന് അടിക്കാൻ നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓൾഡ് സണ്ണാണോ പുതിയ ഷോർട്ട് ടൈം സണ്ണാണോ നല്ലതെന്ന് കമന്റ് ചെയ്യാം. പുതിയ ഷോർട്ട് ടൈം അല്ല, കുറച്ച് നാൾ മുന്നേ ഷോർട്ട് ടൈം. പുതിയെന്ന് പറയുന്നത് ഓൾഡ് സണ്ണ് കഴിഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഷോർട്ട് ടൈം കാർഡല്ലേ. ഓൾഡ് സൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലിറ്റ്സ് കേരള കാർഡല്ലേ. അപ്പൊ ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ലോണം കളിക്കാൻ പോണെന്ന് കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു ഗോളിൽ അടിച്ചിട്ടില്ല. ഒക്കെ എന്തായാലും അടിച്ചോക്കാം. സണ്ണ് നൈസ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. സണ്ണ് അതൊക്കെ അത്ര ഡബിൾ ടച്ച് ഷൂട്ട്. ഓൾഡ് സൺ ഈസ് ബെസ്റ്റ്. ഞാൻ ഷോർട്ട് ടൈം കളിപ്പിച്ചിട്ടില്ല. ആ ബെസ്റ്റ് സാധനം ഓൾഡ് സൺ ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. ഫസ്റ്റ് നൈസ് ഷോട്ട്, പക്ക ഡബിൾ ടച്ച് പ്ലസ് ബ്ലിറ്റ്സ് കേരളർ. ഈ സാധനം എങ്ങനെ കമന്റ്. ഓക്കെ, നൈസ് ഗോളാണ്. ഡബിൾ ടച്ച് ഇട്ടു. ഫസ്റ്റ് ഷോട്ടാട്ടോ, പോസ്റ്റ് തട്ടിയതല്ല, കറക്റ്റ് പൊസിഷനിൽ നിന്ന് ഫസ്റ്റ് ഷോട്ട്. ഓക്കെ, അബിയാട്ടി നമ്മുടെ ഗോൾ കിക്കാണ്. ഓക്കെ, അബിയാട്ടി. ഓക്കെ, സ്ലാട്ടൻ ഇവന്റെ അക്കൗണ്ട് സ്ലാട്ടൻ കിട്ടും. സ്ലാട്ടനൊക്കെ ആദ്യമായിട്ട് കളിപ്പിക്കുന്നത്. ഓക്കെ, അല്ല ക്യൂബോന് സണ്ണിനെ മാറിപ്പോകും പിടിന്ന് പേര് കാണുമ്പോൾ. ഓക്കെ, സണ്ണ് നേരത്തെ കിട്ടിയ അതേ പൊസിഷൻ അടിച്ച് കയറ്റി വിട്ടാലോ. ഓക്കെ, സണ്ണ് നേരെ എൻ്റെ ആളിയെ സീൻ സാരം ഒന്നും പറയാനില്ല. നേരത്തെ എങ്ങനെ അടിച്ചു അതുപോലെ തന്നെ അടിച്ച് കറങ്ങി വന്ന് കട്ട് ചെയ്ത് ഡബിൾ ടച്ച് ഇട്ടില്ല മാത്രം. സെയിം ഗോളും, കോപ്പി പേസ്റ്റ്. അപ്പൊ എന്തായാലും സാധനം കൊള്ളാട്ടോ. ഞാൻ വിചാരിച്ചു പണ്ടത്തെ കാർഡല്ലേ പവറിലാന്ന് വിചാരിച്ച പക്ക സാധനമാണ്. ഈ കാർഡ് റെയർ കാർഡാണ്. ഓക്കെ, ഉള്ളവരെ കയ്യിലൊക്കെയാണെങ്കിൽ സെറ്റ് സാധനമായിരിക്കും. പക്ഷെ ഞാൻ ഈ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ ആളിയെ മെയിൻ സ്കോഡിൽ സണ്ണിന് ഇട്ടിട്ടില്ല. പുതിയ സണ്ണിന്റെ കാർഡ് ഇവന്റെ അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ടായിരിക്കും. അതിൽ ഓൾഡ് സൺ സെറ്റ് ആണോ. രണ്ട് ഫസ്റ്റ് ഹാഫ് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഒപ്പോണ്ട് 1 ഗോള്. രണ്ടും നമ്മളെ സണ്ണാണ് അടിച്ചേക്കുന്നത്. ബ്ലിറ്റ്സ് കേരള തന്നെയാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഹാഫ് നമുക്ക് അടിക്കാൻ പറ്റും നോക്കി നോക്കാം. ഓക്കെ, ബുസ്കറ്റ്സ്, ബെല്ലിംഗാം, പെഡ്രി, സ്ലാട്ടൻ അങ്ങ് പിടിക്കില്ല കേട്ടോ. ഞാൻ സ്ലാട്ടനെ ഒറ്റ CF ആക്കി ഇട്ടേക്കുന്നത്. ഒറ്റ CF ഒന്നും പറ്റണില്ല. ഓക്കെ, നമ്മളെ സണ്ണാണ് മെയിൻ. ഓക്കെ, സണ്ണ് നേരത്തെ കിട്ടിയ അതേ ചാൻസ് ഡബിൾ ടച്ചോ അത് കയറില്ല, പുറത്തോട്ട് അടിച്ചു കളഞ്ഞു. അപ്പൊ ഒരു ഷോട്ടല്ലേ പോട്ട്, 2 ഗോൾ അടിച്ചല്ലോ. എനിക്ക് സ്ലാട്ടനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എന്തോ സപ്പോർട്ടീവ് അല്ല. 2 CFിലാണ് സ്ലാട്ടൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് കളിപ്പിച്ചിട്ട്. ഞാൻ എന്തായാലും അടുത്ത കളി തൊട്ട് ഗോൾ പോസ്റ്റർ ഇട്ട് നോക്കാം. ഓക്കെ, സണ്ണിന് ഒട്ടും സപ്പോർട്ടായിട്ട് കളിക്കണില്ല ആളെ. ഫോക്സിന്റെ ബോക്സ് ആയതുകൊണ്ടായിരിക്കും. അതെനിക്ക് കളിപ്പിക്കാറിയാത്തണോ എനിക്കറിയില്ല. ഓക്കെ, സണ്ണ് പക്ക ചാൻസ് കിട്ടിയിട്ട് കറക്റ്റ് അടിച്ചാൽ സീനായിരിക്കും. ഓക്കെ, സണ്ണ് കുറച്ച് ലാഗ് അടിക്കണ്ടല്ലോ. ഓക്കെ, പോയിടാ. ഒപ്പാണ് നമ്മൾ അടിച്ച് തന്നിട്ടുണ്ട്. 3 ഗോളൊക്കെ അടിച്ച് വെച്ചേക്കാണ്. നമ്മൾ ബ്ലിറ്റ്സ് കേരള മാത്രം ട്രൈ ചെയ്യണോണ്ടാണ് കുറച്ച് അറ്റാക്കി കുറച്ച് ഷോ ആണ്. നമുക്ക് എന്തായാലും ഈ മാച്ചിൽ അടിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മാച്ച് പിടിക്കാം. ഓക്കെ,
അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് മാച്ചാണ്. കഴിഞ്ഞ മാച്ച് 3-2 അടിച്ച് കിട്ടി. അപ്പൊ ഇത് ഒപ്പോണ്ട് അത്യാവശ്യം ഡിവിഷൻ 1 ഒക്കെ ബാഡ്ജ് കിടക്കണം. അപ്പൊ അത്യാവശ്യം കളിക്കാറുന്ന ഒപ്പോണ്ടാണ്. എന്തായാലും ഈ മാച്ചിലും ബ്ലിറ്റ്സ്കർ അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. 2 ബ്ലിറ്റ്സ്കർ അടിച്ചു. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് 3-4 മാച്ച് കളിച്ചിട്ട് നല്ല നല്ല ബ്ലിറ്റ്സ് അടിക്കുന്ന ഷോട്ടൊക്കെ വീഡിയോ ഒക്കെ ഇടാനാണ് ഉദ്ദേശം. അത് കഴിഞ്ഞ ഷോർട്ട് ടൈം സണ്ണിന്റെ വീഡിയോ ഇടാം. അത് കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്റെ എക്സ്പീരിയൻസിൽ ആരാണ് ഓൾഡ് സൺ ആണോ പുതിയ ഷോർട്ട് ടൈം സണ്ണാണോ നല്ലതെന്ന്. അതുകൊണ്ട് വീഡിയോ മാക്സിമം ഇപ്പൊ കണ്ടവരാണ് വീണ്ടും മാക്സിമം അവസാനം വരെ കാണാൻ നോക്കാം. ഓക്കെ നമ്മുടെ എടുത്തുകൊണ്ട് ബറൈസിറ്റി ക്യൂബോ സണ്ണും മാറി. ഓക്കെ സണ്ണ് നൈസ് ചാൻസ്. സണ്ണിൽ ലെഫ്റ്റ് വിങ് ഇട്ടപ്പോഴാണ് കളി കൂടി. ഓക്കെ എന്റെ പൊന്നെ അടിച്ചു. അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഷോട്ട്. ഞാൻ കറക്കി ഡബിൾ ടച്ച് ഇട്ട് അടിക്കാൻ വിചാരിച്ചു, പക്ഷെ കേളങ്ങ് അമർത്തിപ്പോയി. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ഷോട്ട്, ഒന്നും പറയില്ല. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഗോൾ കയറുന്നു. അടി പ്രതീക്ഷിച്ചു, പക്ഷെ കട്ട് ചെയ്തിട്ട് അടിക്കണ സമയം ഉണ്ടായില്ലല്ലോ. ചുമ്മാ കാലിടകൾ ചുമ്മാ തോണ്ടിയിട്ട് അത് അങ്ങനെ കയറിയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടല് 3 ബ്ലിറ്റ്സ്കർ അടിച്ചിട്ടുണ്ട്. 2 നൈസാണ്. ഇത് അൺഎക്സ്പെക്റ്റഡ് ഷോട്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് കമാൻഡ് ബ്ലിറ്റ്സ് നമ്മൾ ഷോർട്ട് ടൈം സണ്ണ് ഇത് കഴിഞ്ഞ് കളിപ്പിക്കുന്നതായിരിക്കും നല്ല. ഓക്കെ സണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ച വിട്ടാലോ. ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ. ബ്ലിറ്റ്സ്കറിലോ അല്ലെങ്കിൽ നല്ല റണ്ണൊക്കെ എടുത്ത് പൊസിഷൻ ചെയ്ത് നിൽക്കണം കേട്ടോ. ഓൾഡ് കാർഡാന്ന് പറഞ്ഞിട്ടില്ല, പവർ സാധനമാണ്, സിംഗിൾ ബൂസ്റ്റർ കാർഡാണ്. അപ്പൊ ഈ കാർഡൊക്കെ കയ്യിലുള്ളവരാണ് റെയർ അക്കൗണ്ട് നമ്മൾ പറയും. ഈ അക്കൗണ്ട് കുറെ തപ്പി നോക്കി ആരുടെ അങ്ങനെ കൂടുതലായിട്ടില്ല. ഉള്ളവരാണെങ്കിൽ തരത്തൂല. ഓക്കെ അതാണ് അവസ്ഥ. ഓക്കെ സൺ കിട്ടിയില്ല. ഓക്കെ ഒട്ടേകാടാണ്. ഓക്കെ സാബി അലോൻസോ. ഓക്കെ പെഡ്രി ടു സണ്ണ് നൈസ് ചാൻസ്. വീണ്ടും ബ്ലിറ്റ്സ് കെയറർ അല്ലെങ്കിലും അതൊക്കെ അത്ര ഉള്ളൂ. കേളിന് തന്നെ സണ്ണ് തന്നെ ബെസ്റ്റ് അല്ലേ, പിന്നെന്താ ബ്ലിറ്റ്സ് കെയറർ. അപ്പൊ മൊത്തം ഒരു 5 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 3 ബ്ലിറ്റ്സ് അടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും സീൻ സാധനമാണ്. 3 3-2 5. ഓക്കെ കറക്റ്റാണ്. 3 ബ്ലിറ്റ്സ് കെയററും 2 നോർമൽ ഷോട്ടും. ഓക്കെ അതൊക്കെ സീനില്ല, നൈസാണ്. ഓക്കെ അത്രേ ഉള്ളൂ. ക്യൂബോ 2 നമ്മുടെ പെഡ്രി ടു സണ്ണ് നൈസ് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കളിയൊക്കെ. സണ്ണ് കട്ട് നേരത്തെ അടിച്ച പോലെ നേരത്തെ അടിച്ച 2 സാധനം ഡബിൾ ടച്ച് ആൻഡ് ഷൂട്ട്. ഓക്കെ ഡബിൾ ടച്ച് വന്നില്ല, ഷൂട്ട്. അതൊക്കെ അത്ര ഉള്ളു. ഗോൾ കയറി അല്ലെങ്കിൽ പോസ്റ്റിന് അടിച്ചില്ല, ഫൗൾ കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രീ കിക്ക് ഗോളാക്കാൻ പറ്റില്ല നോക്കി നോക്കാം. സണ്ണിനെ വെച്ചാൽ ഡയറക്റ്റ് അടിച്ചു നോക്കാം. ഗോളായി കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. ഓക്കെ ഗോളായില്ലെങ്കിൽ സീനൊന്നുമില്ല. നമ്മുടെ മെയിൻ ടാർഗറ്റ് ബ്ലിറ്റ്സ് കെയററാണ്. ഇത് കയറിയെങ്കിൽ നൈസായനെ. ഓക്കെ പോസ്റ്റ് തട്ടിപ്പോ നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം. സണ്ണിനെ വെച്ച് ഓട്ടോമാറ്റിക്കലി സണ്ണ് വന്നിട്ടുണ്ട്. ഓക്കെ ഞാനങ്ങനെ ഫ്രീ കിക്ക് എടുക്കുന്ന ആളല്ല, ഡയറക്റ്റ് അടിച്ച് കയറുന്ന ആളൊന്നല്ല. ഓക്കെ സണ്ണ് എടുത്തിട്ടുണ്ട്. ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ സണ്ണ് കയ്യിലുണ്ടെങ്കിൽ എന്ത് ഫ്രീ കിക്ക്, എന്ത് കോർണർ, എന്ത് ബ്ലിറ്റ്സ് ഒക്കെ ഈസി സാധനം. ഞാൻ അങ്ങനെ ഫ്രീ കിക്ക് ഒന്ന് ഡയറക്റ്റ് അടിച്ചു തരാൻ ആളേക്ക് അറിയില്ല. ഡയറക്റ്റ് അടിച്ചു തരാം എപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കാർഡ് കയ്യിലുണ്ടെങ്കിൽ ചുമ്മാ ട്രൈ ചെയ്ത് അടിച്ച് കയറി പോകും. എന്തോ ഭാഗ്യത്തിന് കയറിയതാണ്. എന്റെ നൈസ് സാധനം അടിച്ചിട്ട് 4 ഗോൾ കിട്ടും. 4 ഗോളും സണ്ണാണ് അടിച്ചേക്കുന്നത്. അപ്പൊ ഒപ്പോണ്ട് അത്യാവശ്യം ക്വിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. 4 ഗോൾ തന്നെ 58 മിനിറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇനി ബാക്ക് വിളിച്ചടിക്കാൻ പറ്റൂല നോക്കി നോക്കാം. അപ്പൊ ഇതാണ് 3ാമത്തെ മാച്ചും അവസാനത്തെ മാച്ചും. കാരണം അത്യാവശ്യം നല്ല ബ്ലിറ്റ്സൊക്കെ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അവസാനത്തെ മാച്ച് ആക്കാൻ ഞാൻ വിചാരിക്കുന്നത്. ഇതിലും ബ്ലിറ്റ്സ് ഇത് തന്നെ ഒതുക്കാം. ഓക്കെ അപ്പൊ നമ്മുടെ 3ാമത്തെ മാച്ചാണ്. 3ാമത്തെ മാച്ചിലും ഗോൾ അടിക്കാൻ പറ്റിയ നൈസാണ്. സണ്ണി എടുത്തേക്കുന്ന ലെഫ്റ്റ് വിങ് ആണ് ബെല്ലിംഗ്. ഫോമോട്ടോ ആണല്ലോ ഈ അക്കൗണ്ട്. നല്ല കളക്ഷൻ നല്ല കുറച്ച് നല്ല അത്യാവശ്യം നല്ല പേട് കാർഡുള്ള കാർഡാണ്. കസിലസ് ഉണ്ട്, ഇബ്രാഹിമിച്ച് ഉണ്ട്, സലാഹ് ഉണ്ട്. ആ 3 കൊണ്ട് കിട്ടില്ല കാർഡാണ്. അപ്പൊ ഒപ്പോണ ടീം കാണിക്കുമ്പോൾ ഇതാണ് ഒപ്പോണ ടീം. നമ്മുടെ ഏറ്റവും ഉണ്ട് അഡ്രിയാനുണ്ട്, ഹസാഡ് ഉണ്ട്, സ്നൈഡർ ഉണ്ട്. അത്യാവശ്യം നല്ല കാർഡ് കേട്ടോ. 3270 ടീം സ്ട്രെങ്ത് വന്നത്. അപ്പൊ ഇത് കുറച്ചൊരു ടൈറ്റ് മാച്ച് ആയിരിക്കും. അത് കാണിക്കാൻ മറന്നു നേരത്തെ. അപ്പൊ ഒരു ഗോളെങ്കിലും ഒരു ഗോൾ അടിക്കാൻ പറ്റില്ല നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഹാഫ് ഒന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഗോൾ വരെ അടിക്കാൻ പറ്റിയിട്ടില്ല സണ്ണിന് വെച്ചാൽ. നമുക്ക് സെക്കൻഡ് ഹാഫ് അടിക്കാൻ പറ്റില്ല നമുക്ക് നോക്കി നോക്കാം. ഓക്കെ സെക്കൻഡ് ഹാഫ് എങ്കിലും ഒരു ഗോൾ അടിച്ച് നിർത്താം ഈ പരിപാടി. ഓക്കെ ഈ ഓൾഡ് സണ്ണി വെച്ച് അടുത്ത മാച്ച് നമുക്ക് നമ്മുടെ ഷോർട്ട് ടൈം സണ്ണി വെച്ച് കളിക്കാനുള്ളതാണ്. പെപ് ഗാർഡിയോള 2 ബുസ്കറ്റ്സ് എടുക്കുക. ബുസ്കറ്റ്സിന്റെ കാർഡ് എന്റെ അക്കൗണ്ടിൽ വേണമെന്ന് എനിക്കുണ്ട്. നല്ലൊരു കാർഡാണ് ആങ്കർ. ഓക്കെ ടോണി എടുത്തിട്ടുണ്ട്. ഓക്കെ ടോണി ടു ക്യൂബോ ടു സണ്ണ് ടു ക്യൂബോ നല്ല റൺ എടുക്കണ്ട. ഓക്കെ സണ്ണ് ടു കിമിച്ച് ടു സണ്ണ് നൈസ് ചാൻസ്. ഇവിടെ നിന്ന് വിളിച്ചടിച്ചാലോ ആ അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ പൊന്നോ സൈഡിൽ നിന്ന് മാത്രമല്ല സെൻറ്ററിൽ നിന്ന് അടിച്ച് കയറ്റും. ഓടി വന്നിട്ട് ഒരു ഷോട്ട് അടിച്ചിട്ട് പോയി. ആ സാധനം ഉണ്ട്. സണ്ണ് അടിച്ച ബ്ലിറ്റ്സ് കെയററൊക്കെ സീൻ സാധനം കേട്ടോ. ഒന്നും പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് സാധനം. അടിച്ചിട്ട് കയറാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു 10 ഷോട്ട് അടിച്ച ഒരു 5-6-7 കയറാം. 7-8 എന്തായാലും കയറും ഷുവറാണ്. അത് നൈസ് കാർഡുണ്ടോ. മിക്കവാറും ഇതാണ് അവസാനത്തെ മാച്ച്. ഇനി നമുക്ക് ബ്ലിറ്റ്സുകൾ അടിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. അടിച്ചില്ലെങ്കിൽ ഇവിടെ ചെന്ന് വീഡിയോ എൻ്റെ ആകും. അതുകൊണ്ട് നമുക്ക് പുതിയ ഷോർട്ട് ടൈം കാർഡ് കാണിച്ചു നോക്കാം. ഒപ്പോണ്ട് ഇപ്പോൾ ഒരു ഗോൾ അടിക്കുന്നതാണ് തോന്നണം. ഓക്കെ ക്യൂബോക്ക് കിട്ടിയിട്ടുണ്ട് സണ്ണ്. ഒരു ഗോൾ അടിക്കാൻ പറ്റുക നൈസായിരിക്കും സണ്ണ്. ഓക്കെ സണ്ണ് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് പോകണം. ഓക്കെ അത്രേ ഉള്ളൂ. ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട് സണ്ണ്. അത് പോയി കയ്യിൽ നിന്ന് പോയി. ക്യൂബോന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കൊരു ഗോൾ അടിക്കാൻ, പക്ഷെ നമ്മളെ സണ്ണാണ് ഉദ്ദേശിച്ചത്. സണ്ണ് 4ാമത്തെ ഗോളാണ്, 2ാമത്തെ ഗോളാണ്. കയറിയില്ല. ഗോൾ കീപ്പർ സേവ് ആക്കിയതാ പറഞ്ഞാൽ കുറച്ച് ഷോട്ടൊക്കെ പിടിക്കും, കുറച്ച് ഷോട്ടൊക്കെ പുറത്തോട്ട് പോകും. എന്നാലും മെജോറിറ്റി സാധനം അകത്തോട്ട് പോകാനും ഓൺ ടാർഗറ്റ് പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. നല്ലൊരു കാർഡാണ്. അവർക്ക് എന്തായാലും 91 മിനിറ്റ്. ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ 3ാമത്തെ മാച്ച് എൻ്റെ ആയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് 2 ഗോൾ, സെക്കൻഡ് മാച്ചിൽ 4 ഗോൾ അടിച്ച്
ബ്ലിറ്റ്സ് കെർലർ 3-2 ഗോൾ അടിച്ച്, ഇതിനകത്ത് ഒരു ഗോൾ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് കളിക്കുന്ന ഒരു കാർഡാണ് ഇത്, ഡീസെന്റ് കാർഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തായാലും ഷോർട്ട് ടൈം സണ്ണിനെ വെച്ച് കളിപ്പിച്ച് നോക്കാം, അതും ഇങ്ങനെ ബ്ലിറ്റ്സ് അടിക്കണം നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം സണ്ണുള്ള അക്കൗണ്ട് കയറിയിട്ടുണ്ട്, പഴയ പോലെ തന്നെ ഓൾഡ് സണ്ണിനെ പോലെ തന്നെ അടിച്ച് കയറ്റോ ഇല്ലയോ നോക്കി നോക്കാം. എനിക്ക് എന്തായാലും അറിയാം സണ്ണാണ് ബ്ലിറ്റ്സ് കെർലർ. ഷോർട്ട് ടൈം കാർഡാണെങ്കിലും ഏത് കാർഡാണെങ്കിലും സണ്ണിന്റെ കാർഡ് ബ്ലിറ്റ്സ് കെർലർ ടോപ്പ് കാർഡാണ്. എന്തായാലും ഗോൾ കയറും. അപ്പോൾ എന്തായാലും കളിപ്പിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ടുപേരും മാച്ച് കണ്ടിട്ട് ഏത് കാർഡാണ് ബെസ്റ്റ് ആയിട്ട് കളിക്കുന്നത് കമന്റ് ചെയ്യുക. മാക്സിമം ഗോൾ അടിക്കാൻ നോക്കുന്നതായിരിക്കും. ഇവൻ ഓൾറെഡി 400 മാച്ച് കളിച്ചിട്ടുണ്ട്. നമ്മുടെ നിവേദിന്റെ അക്കൗണ്ട് ഉണ്ടോ, ലൈവിൽ വന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും, നിവേദിന്റെ അക്കൗണ്ടാണ്. ഓക്കെ, ബെയിലുണ്ട്, നല്ല കാർഡ് ഉണ്ട് ഫോർവേഡിൽ, ബെയിലുണ്ട്, ഗുള്ളിറ്റ് ഉണ്ട്, സിഡോർഫ്, വാണ്ടേക്ക്, നമ്മുടെ സണ്ണ്, പിന്നെ വേറെ ആരുള്ളത്. ഓക്കെ, ഇത്രയും പേരൊക്കെ ഉള്ള നൈസ് അക്കൗണ്ടാണ്. എന്തായാലും അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഷോർട്ട് ടൈം സണ്ണ് വെച്ച് ഫസ്റ്റത്തെ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അത്യാവശ്യം മറ്റേ കാർഡ് എന്തായാലും കിഡ്ലായിട്ട് കളിച്ച് ബ്ലിറ്റ്സൊക്കെ അടിച്ച്, ഈ കാർഡ് ബ്ലിറ്റ്സൊക്കെ അടിച്ച് സെറ്റ് ആവാൻ നോക്കി. ഫസ്റ്റത്തെ ഒപ്പണം വന്നിട്ട് 3144 കാണുന്നത്. നമുക്ക് എന്തായാലും അടിക്കുമ്പോൾ നോക്കി വന്നാൽ സണ്ണിന് എന്തായാലും SS ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മുടെ ടീമിനകത്ത് 3213 അപ്പുണ്ട്, കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. സണ്ണ് SS മര്യാദ കളിച്ചില്ല, നമുക്ക് ലെഫ്റ്റ് വിങ് നേരത്തെ പഴയ പോലെ തന്നെ ഇടാം. എന്തായാലും ബെയിലാണ് നമ്മൾ CF ഒക്കെ ഇട്ടേക്കുന്നത്, ഗുള്ളിറ്റ് SS, നമ്മുടെ AMF ഡൊണാൾഡോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും മാച്ചിലോട്ട് പോകാം. ഫസ്റ്റത്തെ ഗോൾ നമുക്ക് ഷോട്ട് തന്നെ എടുക്കാം. നമുക്ക് ഷോട്ട് എടുത്തിട്ട് ബ്ലിറ്റ്സ് അടിക്കാൻ പറ്റും നോക്കിയാൽ ഈ സണ്ണ് ഡബിൾ ടച്ച് വന്നില്ല. ഓക്കെ, അത് കയ്യിൽ പോയി. ഓക്കെ, വാണ്ടേക്ക് കോസ്റ്റാക്കർട്ട എഗെയിൻ സണ്ണിനെ കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സണ്ണിന് കൊടുക്കാം. ഓക്കെ, സണ്ണ് ബ്ലിറ്റ്സ് കെർലർ, എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല, പഴയതും കണക്കാണ് പുതിയതും കണക്കാണ്. അടിച്ച ഗോളാണ് ബ്ലിറ്റ്സ്. എവിടെ നിന്നായാലും ഇതും അൺഎക്സ്പെക്റ്റഡ് ഷോട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് സാധനം. അവിടെ നിന്ന് ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാണ്, ഒന്നുമില്ല, നല്ല കറക്റ്റ് ഒരു പൊസിഷൻ അല്ല തോന്നുന്നു. എന്നാലും അല്ല, ആ പൊസിഷനല്ല, കറക്റ്റ് ബോഡി പൊസിഷൻ കറക്റ്റ് അല്ല തോന്നുന്നു. പക്ഷെ എന്നാലും അടിച്ച് കയറ്റിയിട്ടാ. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ ഗോൾ 37ാമത്തെ മിനിറ്റ് അടിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു ഗോൾ അടിച്ചിട്ടാണ് നമ്മളൊരു ഗോൾ അടിച്ചത്. ഓക്കെ, മെസ്സി 2 ഒപ്പം നല്ല പ്രോയാണ്. ഓക്കെ, നെയ്മർ ഡബിൾ ടച്ച് ഇട്ടിട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നെയ്മർ എൻ്റെ ഒപ്പം അടിച്ച് കയറ്റി സാധനം. ഒപ്പം അത്യാവശ്യം കളിക്കൂട്ടു, ഓൾറെഡി 2 ഗോൾ അടിച്ച്, നമ്മളൊരു ഗോള് ഡൗൺ ആണ്. നമുക്ക് എന്തെങ്കിലും കംബാക്ക് അടിക്കാൻ പറ്റൂല നോക്കി നോക്കാം. ഓക്കെ, ഡൊണാൾഡീനി അല്ലേ ഇതൊക്കെ, ഡൊണാൾഡീനി ടു സണ്ണിനെ വെച്ച് നോക്കാം. ഇവിടെ നിന്നൊക്കെ നേരത്തെ അടിച്ചോൾ തന്നെ ബ്ലിറ്റ്സ് അടിച്ചു നോക്കാം. അത് കുറച്ച് കൂടി പോയി, അത് കുറച്ച് കയറി പോയാൽ എന്തായാലും കയറത്തില്ല. തിരിച്ചു വന്നെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നെങ്കിൽ മിക്കവാറും കയറിയാൽ, നമുക്ക് എന്തായാലും അത് കയറിയില്ല. എന്തായാലും അടുത്ത ചാൻസ് കിട്ടുന്ന 63 മിനിറ്റ് ആയിട്ടോ, ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ. കംബാക്ക് അടിക്കണം, സണ്ണിനെ വെച്ച് തന്നെ കംബാക്ക് അടിക്കണം. ഓക്കെ, നെയിം അല്ല ഗുള്ളിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. സിഡോർഫ് സണ്ണാണോ അത്, ഗുള്ളിറ്റ് അതപ്പോൾ അത് സണ്ണായിരിക്കും. ഓക്കെ, സണ്ണിനെ വെച്ചാൽ അതെന്തായാലും വിളിച്ചടിക്കാൻ പോരാ, അതെന്തായാലും ഗോൾ കയറും. ഒക്കെ എന്തായാലും ബെയിലിന് വെച്ച് അടിച്ചു നോക്കുക, ഒരു സെലിബ്രേഷൻ ഇടാം. ഓക്കെ, നേരത്തെ ഒപ്പോണ്ട് ഗോൾ അടിച്ചായിരുന്നു. ഓക്കെ, എന്തായാലും സെലിബ്രേഷൻ ബെയിൽ ഇട്ടുണ്ട്. ഞാൻ സണ്ണിനെ വെച്ചാൽ അത് അടുപ്പിച്ചാലും ഗോളാണ്, പക്ഷെ ബ്ലിറ്റ്സ് അല്ലല്ലോ, അതുകൊണ്ട് ബെയിലിനെ വെച്ച് ഫസ്റ്റ് ഗോൾ അടിച്ചത്. ഞാൻ ആദ്യമാണ് ഈ ബെയിലിനെ കളിപ്പിച്ച് നോക്കുന്നത്, അതുകൊണ്ട് ചുമ്മാ അടുപ്പിച്ച് നോക്കിയാണ്. എന്തായാലും സണ്ണിനെ വെച്ച് ബ്ലിറ്റ്സ് അടിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ മാച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, 3-2 ഒപ്പോണ്ട് അടിച്ചു വന്ന് വീണ്ടും കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് മാച്ച് ഒന്നും അടിച്ച് കിട്ടി 3-2. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഒരു ബ്ലിറ്റ്സ് അടിച്ചു. അപ്പോൾ സെക്കൻഡ് മാച്ചിലും ഗോൾ അടിക്കാൻ പറ്റണോ ഇല്ല നോക്കാം. ഒപ്പോണ്ട് കുറച്ച് ശോകമാണല്ലോ, കുറച്ച് കുറവാണല്ലോ, 2200 ഒന്ന് കിടക്കാം, 2900 ഒന്ന് കിടക്കണത്. നമുക്ക് നമ്മുടെ ബ്ലിറ്റ്സ് കെർലറാണോ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സണ്ണ് ബെയിലൊക്കെ സെറ്റാണ്, വേറെ ഒന്നും പറയാനില്ല. ഒപ്പോണൊക്കെ നോക്കി നോക്കാം. ഓക്കെ, ഒരു ലെജൻഡ് സ്കോഡ് സെറ്റപ്പ് ഒക്കെ എന്തായാലും അടിക്കാൻ പറ്റും നോക്കി നോക്കാം. ഈ കുറഞ്ഞ സ്കോഡ് വരുമ്പോൾ അതിൽ കളിക്കാൻ പറ്റില്ല, എന്താണെന്ന് അറിയാമോ, നല്ല പക്ക സ്കോഡ് വരാനൊക്കെ എന്തെങ്കിലും കുറച്ച് അടിക്കാൻ പറ്റും. കുറഞ്ഞ സ്കോഡ് വരുമ്പോൾ അതിന് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ബെയിലിറ്റ് ഗുള്ളിറ്റ് സണ്ണ്. ഓക്കെ, ഡൊണാൾഡീൻ നമുക്ക് എന്തായാലും സണ്ണിനെ വെച്ച് സണ്ണ് എങ്ങോട്ട് റൺ എടുക്കണമെന്ന് നോക്കട്ടെ. ഓക്കെ, ഡൊണാൾഡീന് സണ്ണ് നേരത്തെ ഗോൾ അടിച്ചോ, നമുക്ക് അടിക്കാൻ പറ്റും നോക്കി നോക്കാം. സണ്ണ് ഇവിടെ വിളിച്ച് ഇത് ഗോൾ കയറും. അത് എൻ്റെ അടിയാ, മറ്റേ കാലം അടിക്കാൻ പാടില്ലേ, ഉടായിപ്പാണല്ലോ അവൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റിന് ചാൻസ് കിട്ടി, അടിക്കാൻ പറ്റിയില്ല. ഓക്കെ, സിഡോർഫ് അത് കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ചൗമനി അല്ല റൈക്കാർഡ് സിഡോർഫ് അത് പോയി. ഓക്കെ, സണ്ണ് നൈസ് റണ്ണ് പോയിട്ട് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക, ഡബിൾ ടച്ച് അടിക്കുക, അതൊക്കെ അത്രയുള്ളൂ. സണ്ണ് ആടാം, അത് പോസ്റ്റ് തട്ടിപ്പോയാൽ കുഴപ്പമില്ല, പോസ്റ്റ് വരെ എന്തായാലും എത്തി. അപ്പോൾ അത്യാവശ്യം നൈസാണ്ടാ, ഞാൻ നൈസ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തായാലും അറിയാം സണ്ണ് എന്തായാലും അടിച്ച് കയറ്റുന്നു. അത് ഏത് സണ്ണായാലും ബ്ലിറ്റ്സ് കെർലർ ആണോ ഷോർട്ട് ടൈം ആണോ പവർ സാധനമായിരിക്കും. ഓക്കെ, സണ്ണ് കാരണം നമുക്ക് എന്തായാലും രണ്ടാമത്തെ ബ്ലിറ്റ്സ് കയറില്ല, പോസ്റ്റിനെ അടിച്ചു പോയി. നമുക്ക് പ്രാവശ്യം അടിച്ചു നോക്കാം. സണ്ണ് ഇതെങ്കിലും കയറാ പ്ലീസ്, ഇതും പുറത്തോട്ട് പോയില്ലോ. എന്തായാലും കുറച്ച് ഓടി വന്നിട്ട് അടിച്ചല്ല, ഫ്രണ്ടോട്ട് ഓടിപ്പോയി ബാക്കോട്ട് ഓടി വന്ന് അടിച്ചത്, കറക്റ്റ് ഒരു ബോഡി പൊസിഷൻ കിട്ടി. നമുക്ക് എന്തായാലും വീണ്ടും അടിച്ചു നോക്കാം. നമ്മളെ മൂന്നാമത്തെ മാച്ചാണ്. കഴിഞ്ഞ മാച്ച് ഒന്നും നടന്നില്ല കാര്യമായിട്ട്, ബ്ലിറ്റ്സ് ഒക്കെ അടിച്ച് പോസ്റ്റ് തട്ടിപ്പോയി. കുറഞ്ഞ ഒപ്പോണ്ട് വരുമ്പോൾ ഇതാണ് പ്രശ്നം, ഒന്നും അങ്ങ് വർക്ക് ആവത്തില്ല. എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 3776 കിടക്കുന്നത് സീനില്ല. ഒക്കെ എന്തായാലും നല്ല ഒപ്പോണ്ട് കിട്ടിയാലാണ് നല്ല മര്യാദ കളിക്കാൻ പറ്റും. കുറഞ്ഞ ഒപ്പോണ്ട് വരുമ്പോൾ എന്തോ അടിച്ചിട്ടും കയറാനുള്ള കളിക്കാനും പറ്റുള്ള ഒരുമാതിരി സാധനമാണ് കിടക്കുന്നത്. ഓക്കെ, എന്തായാലും സണ്ണിനെ CF ആക്കി ഇട്ടിട്ട് നോക്ക്. ഇത്ര നാളെ SS അല്ലേ, ഈ സണ്ണ് CF മര്യാദ കളിക്കും തോന്നുന്നു. ഓക്കെ, 3196
കുഴപ്പമില്ലാത്തൊരു ഒപ്പമാണ്, നമുക്ക് തന്നെ കളിച്ച് നോക്കാം. ഓക്കെ, മത്യൂസ് സണ്ണ് റൺ എടുക്കണം. ഓക്കെ, സെറിനെ CF ആക്കി ഇട്ടേക്കുന്നത്. ഓക്കെ, സണ്ണ് അതൊക്കെ അത്രേ ഉള്ളൂ. ഡബിൾ ടച്ച് ഇടാൻ പറ്റുമെങ്കിൽ ഡബിൾ ടച്ച് ഇടാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഡബിൾ ടച്ച് അതൊക്കെ അത്രേ ഉള്ളൂ. കേളത് ഓഫ്, ഇത് എന്തുവാടും സ്ക്രിപ്റ്റിംഗ് എന്നല്ലാണ്ട് എന്താ സാധനം പറയാം. കഴിഞ്ഞ 2 ബ്ലിറ്റ്സും ഇങ്ങനെ പോസ്റ്റ് തട്ടിയാണ് പോയത്. ഇത് കയറി കഴിഞ്ഞാൽ ബെസ്റ്റ് ഗോൾ അങ്ങനെ. ഓക്കെ, അവരെടുത്തിട്ടുണ്ട്. ഓക്കെ, ബാറ്റിസ്റ്റൂട്ട, കന്നവാരോ, സിഡോർഫ് ടു സണ്ണ്. നൈസ് ഒരു ചാൻസ്. സണ്ണ് എൻ്റെ പോയിന്റും ഡബിൾ ടച്ച് കിട്ടുകയാണ്, പക്ഷെ ഫൗളാക്കി പോയി. ഒന്നും തന്നില്ലല്ലോ, ഫ്രീ ക്യൂ തന്നില്ലല്ലോ. ഓക്കെ, സിഡോർഫ് ഒരു ബുള്ളിറ്റ്. സണ്ണ് ഡബിൾ ടച്ച്. അതൊക്കെ അത്ര ഉള്ളൂ. സീൻസ് അതൊക്കെ അത്ര ഉള്ളൂ. ഇത്തവണ പോസ്റ്റിനും അടിച്ചില്ല, ഡയറക്റ്റ് ഗോൾ. അതൊക്കെ അത്ര ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ ബ്ലിറ്റ്സ് ഗോൾ അടിച്ചിട്ടുണ്ട്. മൊത്തം 4 അടിച്ച് 4 2 പോസ്റ്റിനും അടിച്ച് 2 ഗോളും കയറി. സീൻ സാധനം. അതൊക്കെ അത്ര കുറച്ചുകൂടി മൂലക്കേന്ന് അടിച്ച് കയറ്റാൻ പറ്റുവാണെങ്കിൽ അടിച്ച് കയറ്റാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, സണ്ണിന് ടൈറ്റ് മാർക്കിങ് എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട്, മാൻ മാർക്കിങ് എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട്. സണ്ണിന് അങ്ങനെ റൺ എടുക്കാൻ പറ്റും. ഓക്കെ, സണ്ണ് സെൻറ്ററിൽ നിന്ന് അടിച്ചു. ഇത് കയറാൻ നല്ല പവർ ഉണ്ടായില്ല, എന്തോ സെറ്റായില്ല. അല്ലെങ്കിൽ കയറിയാൽ അതെന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കളിക്കാൻ പറ്റില്ല, നോക്കി നോക്കാം. ഓക്കെ, സണ്ണ് നൈസ് ചാൻസ് കിട്ടിയിട്ട് ഡബിൾ ടച്ച് ഇടാ, അടിക്കാൻ സ്ഥിരം പരിപാടി തന്നെ. ഒക്കെ, ഡബിൾ ടച്ച് ഇട്ടു, അടി അത് കയറിയാ. ജസ്റ്റ് കുറച്ച് വ്യത്യാസമുള്ളൂ. അതിന് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു മറ്റേ സണ്ണല്ലേ കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാറ്റ്സ് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയണേ, കളിയുടെ അനുസരിച്ച് മറ്റേ സണ്ണല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതുവരെ കണ്ടവരാണെങ്കിൽ മറ്റേ സണ്ണാണ് ഈ സണ്ണാണ് നല്ലതെന്ന് പറയാം. ഞാൻ ഈ സണ്ണ് ഗോൾ അടിക്കാത്ത മാത്രം നിങ്ങളെ കാണിക്കുന്നതല്ല കേട്ടോ, അടിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചടിക്കുന്നത് മൊത്തം കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോൾ അടിച്ചില്ല മാറി അടിക്കാത്തതാണ് കാണിക്കുന്നത്, മറ്റേ അടിച്ചു മാറി അത് കാണിച്ച് അങ്ങനെയല്ല. നമ്മൾ 2-3 ഗെയിം പ്ലേ കളിച്ച ആ ഗെയിം പ്ലേയിൽ വിളിച്ചടിക്കുന്ന മൊത്തം കാണിക്കാന്നാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് ടൈം സണ്ണ് വെച്ച് 3-4 മാച്ചൊക്കെ കളിച്ചു. 4 ബ്ലിറ്റ്സ് ഷോട്ടൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. 2 ഗോളും കയറി. അപ്പോൾ അത്യാവശ്യം ബ്ലിറ്റ്സ് 2 കാർഡ് നല്ല കേട്ടോ, അടിച്ച കയറുന്ന ഉറപ്പുള്ള 2 കാർഡ് നല്ലതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൾഡ് സൺ കുറച്ചുകൂടെ നല്ലതാണോ എന്ന് എനിക്ക് സംശയം. ഓൾഡ് കാണാൻ എന്തായാലും നല്ല സീൻ കാർഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വീഡിയോ അവസാനം വരെ കണ്ടവരാണെങ്കിൽ ഓൾഡ് സൺ ആണോ ഈ ഷോർട്ട് ടൈം സൺ ആണോ നല്ലത് കമന്റ് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഓൾഡ് സൺ ആണ് കളിപ്പിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടത്. ചിലവർക്ക് ഷോർട്ട് ടൈം ആയിരിക്കും, അത് നിങ്ങൾ കളിക്കുന്ന സ്റ്റൈൽ വെച്ചിരിക്കും. പക്ഷെ എനിക്കെന്തോ കളിപ്പിച്ചിട്ടാണോ അതോ എന്താണെന്ന് അറിയാൻ ഓൾഡ് സൺ ആണ് എനിക്ക് എന്തായാലും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രക്കുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവരാണെങ്കിൽ ലൈക്ക് സബ് കാണുക ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണം. ചുമ്മാ ഒരു കൗതുകത്തിനും കിട്ടുകയാണ്. ഓൾഡ് സണ്ണാണോ ഇത് സണ്ണാണോ ബെസ്റ്റ് ബ്ലിറ്റ്സ് കേൾ അടിക്കാൻ നോക്കാം. അപ്പൊ എനിക്ക് എന്തായാലും തോന്നിയത് കളിപ്പിച്ചിട്ട് എനിക്ക് തോന്നിയത് ഓൾഡ് സൺ കുറച്ചുകൂടെ അത് ബെസ്റ്റ് ആയിട്ട് തോന്നി. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ചിലവർക്ക് ഷോർട്ട് ടൈം ആയിരിക്കും നല്ലത്, ചിലവർക്ക് ഇതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ഓക്കെ.